ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ കിടിലം പ്രൊമോണ് വന്നിട്ടുള്ളത്. ശ്യാമ സഹായിച്ചില്ലെന്ന് പറഞ്ഞ് ശ്യാമേനെയും പപ്പയെയും രോഹിത്തിന്റെ മുന്നിലൂടെ തന്നെ സുസ്മിത പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് ആ പാതിരാത്രിയിലെ എന്റെ ചെലവിൽ കിടന്നിട്ട് എനിക്കെതിരെ പാര വെക്കുന്നവരെയൊന്നും ഞാൻ എന്റെ കുടുംബത്തിൽ പൊറപ്പിക്കില്ല. രോഹിത് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഇതെല്ലാം കണ്ടിട്ട് സുസ്മിതയുടെ ഭാഗത്ത് തന്നെയായി ഇപ്പോഴും നിൽക്കുന്നത്. ശ്യാമ പപ്പയെ കൂട്ടി ആ പാതിരാത്രിയിലെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് ചെല്ലാണ്. എന്നാൽ അവിടെ എത്തുമ്പോ എല്ലാവരും ഉറങ്ങിയത് കൊണ്ട് തന്നെ ഇവര് വിളിക്കുന്നില്ല. അങ്ങനെ ആ ഉമ്മർത്ത് കിടന്ന് അവർ ഉറങ്ങിപ്പോവാണ്. പിറ്റേ ദിവസം രാവിലെ സത്യ വാതിലോർന്ന് നോക്കുമ്പോഴായിരിക്കും പപ്പിയും ശ്യാമയും, അതായത് ശ്യാമയുടെ മടിയിൽ കിടന്ന് പപ്പിയും ശ്യാമയും ഇങ്ങനെ ഉറങ്ങുന്നത് കാണുന്നത്. അപ്പൊ തന്നെ എല്ലാവരെയും വിവരം അറിയിക്കുന്നുണ്ട്. ഇതേ സമയം വിഷ്ണു പുതിയ ഓട്ടോറിക്ഷ എടുത്തിരിക്കുകയാണ്. അങ്ങനെ സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുക. കൂടെ കമലനും ഉണ്ട്. അപ്പോഴാണ് അതിന്റെ പേര് പുറത്ത് കാണിക്കുന്നത്. പേരെങ്ങനെയുണ്ടടാ? ഓട്ടോശ്രീ. കമലൻ ഇങ്ങനെ നോക്കി നിൽക്കാണ്. വിഷ്ണുക്കും പേരെങ്ങനെയുണ്ടടാ? ആ പേര് കാലയ്ക്ക് ആശാനെ, നല്ല ഐശ്വര്യമുള്ള പേര് എന്നൊക്കെ ഇങ്ങനെ പറയാ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശാലിനിയാണ്. ശാലിനി ഇങ്ങനെ ഒരു ഞെട്ടലോട് കൂടി ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് നിൽക്കുക. ശാരദാമ്മ വന്ന് കാര്യം ചോദിക്കുമ്പോ ശാലിനി പറയും രോഹിത്തിനെ അറസ്റ്റ് ചെയ്തു. ശാരദാമ്മ ഇത് കേട്ട് ഞെട്ടുന്നുണ്ട്. ഇതേ സമയം രോഹിത്തിനെ അവിടെ അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ കയ്യിൽ വിലങ്ങു വെച്ച് കൊണ്ടുവരുമ്പോ ചന്ദ്രബോസും ഉണ്ട് കൂടെ. ചന്ദ്രബോസ് ഇങ്ങനെ നോക്കി നിൽക്കുക. രോഹിത്തിന് ഇപ്പോ ചതിയെ കുറിച്ചൊക്കെ ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. രോഹിത് ഇങ്ങനെ ഒരു ദേഷ്യഭാവത്തില് അവരെങ്ങനെ നോക്കുന്നതാണ് ഈ പ്രമോയുടെ അവസാനമുള്ളത്. അപ്പോ ഇനി നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. പ്രമോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്